എന്തോന്ന് തൽക്കാലം ശശി എന്ന് വിളിച്ചാലും മതി. രാജാവിന്റെ വേഷത്തിൽ നാട് കാണാൻ ഇറങ്ങിയ ഇടി വേറെ കിട്ടും. അതുകൊണ്ട് വേഷം മാറി നാട് കാണാൻ ഇറങ്ങിയതാണ് ഞാൻ. എന്താണ് അവിടെ നടക്കുന്നത്? അയ്യോ ഒന്നുമില്ല, ഞാനേ ഒരു മരം വെട്ടുകാരനാണ്. അപ്പൊ ഈ മരം വെട്ടി വന്നപ്പോ എന്റെ നടുവൊന്ന് വെട്ടി, അതിന് വിശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി നടന്നതാണ്. അതെ, എന്താ പേര്? മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫി വോക്കലാണോ? അല്ലല്ല, ലോക്കലാ. തറ. ഞാൻ അതല്ല ചോദിച്ചത്, പാട്ടുകാരനാണോ? അത്യാവശ്യം പാട്ടും ഗാനങ്ങളൊക്കെ ഉണ്ട്. അത് ശരി. അപ്പൊ ഗാനമേളക്കൊക്കെ പോകാറുണ്ടോ? പിന്നെ അത്യാവശ്യത്തിന് ഇങ്ങനെ പോകും. ഏത് പാട്ടാ പാടുന്നത്? പാട്ട് പാടാനല്ലേ, പാട്ട് കേൾക്കാനാണ് പോകുന്നത്. പിന്നെ പരിചയപ്പെട്ട സന്തോഷമുണ്ട്. ഭാര്യ പ്രസവിച്ച് ഇതല്ലിടും. ഈശ്വര, കാലം പോയ പോക്കെ. പണ്ടൊക്കെ പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ കൊച്ചുങ്ങളെയാണ് പ്രസവിക്കുന്നത്. ഇപ്പൊ അതേ വന്ന് ലഡുവായി. എന്നെ എണ്ണാൻ നോക്കിക്കോ, അടുത്ത പ്രസവത്തിന് ജിലേബി ആയിരിക്കും. ഇതാടാ ആകാണാനേ. എങ്ങോട്ടായി ധൃതി പിടിച്ച് ഓടി പോണോ? ഞാൻ മോഹൻലാലിനെ ഒന്ന് കാണാൻ പോവാ. ഏത് സിനിമയാണ് മോഹൻലാലിന്? അങ്ങേരിപ്പം മറ്റേ ലഫ്റ്റനന്റ് ജനറൽ പദവിയൊക്കെ കിട്ടി ഇപ്പൊ പട്ടാളക്കാരനായിട്ട് ഇരിക്കുകയില്ലേ. ഓ, അതിനെ അഭിനന്ദിക്കാൻ പോവുകയായിരിക്കും. അഭിനന്ദിക്കാനൊന്നുമല്ല. പിന്നെ ഇന്ന് 1-ാം തീയതിയിലെ ബാറും സിവിലൊക്കെ അവധിയാണ്. വല്ല മിലിറ്ററി കോട്ട കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോണാണ്. അപ്പൊ എല്ലാ ദിവസവും കീറും? ഇല്ല, എന്റെ സഹോദരി സഹോദരന്മാരെ കല്യാണത്തിന്റെ മാത്രം. അത് നല്ല കാര്യം. അപ്പൊ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ, ആൾ ഇന്ത്യൻ സർമായി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയി പോയില്ലേ. എന്ന് വെച്ചാൽ ഇടാ എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന്. ചുരുക്കം പറഞ്ഞാൽ എല്ലാ ദിവസവും കീറും എന്നും പറയാം. പലവട്ടം കാട്ടും ഞാൻ ബിവറേജിന് കവറേജായി ഒരു ലാർജും നൽകാടലിയൻ പോയില്ലേ. പലവട്ടം കാട്ടും ഞാൻ ബിവറേജിന് ഫ്രണ്ടേജായി ഒരു സ്മോളും തരുവാനാരും വന്നില്ല. അതിരാവിലെ പതിവായി ബിവറേജിൽ ഞാൻ ചെല്ലും. ആരെയും ഇറങ്ങിയെടുത്തൊരു ക്വാർട്ടർ വാങ്ങൂല്ലേ. സത്യം, അതിരാവിലെ പതിവായി ബിവറേജിൽ ഞാൻ ചെല്ലും. ആരെയും ഇറങ്ങിയെടുത്തൊരു ക്വാർട്ടർ വാങ്ങൂല്ലേ. അപ്പൊ വെള്ളമടിച്ച് നടക്കണല്ലാതെ വേറെ പണിയൊന്നും ഇല്ലേ? ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിലെവിടെ? അവിടെ തന്നെ ജോലി? അവിടെ ഞാൻ ഗൾഫിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 35,000 രൂപ മാസം എനിക്ക് ശമ്പളം ഉണ്ടായിരുന്നു. എന്റെ പൊന്നനിയ, അവിടെ അധ്വാനിക്കുന്നവർക്ക് പൈസ കിട്ടുന്നില്ല. പിന്നാണ് വെറുതെ നടന്ന 35,000 രൂപ. വെറുതെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് വെറുതെ കിടക്കുമ്പോ ഒരു ചാക്ക് സിമന്റ് തലയെ കാണും, ഇങ്ങോട്ട് വെറുതെ കിടക്കുമ്പോ ഒരു കൂട്ട ചല്ലി തലയെ കാണും. അത് ശരി. അപ്പൊ കൊത്തപ്പണിയാണ് എന്നും പറയാം. അവിടെ എന്താ ഒരാളെ ചുമന്നോട്ട് പോകുന്നത്? അത് നമ്മുടെ അയൽപക്കത്ത് തൊമ്മിച്ചായി ഇന്നലെ വെള്ളം അടിച്ചോണ്ട് ഡാൻസിന്റെ റിയാലിറ്റി ഷോയുടെ റിഹേഴ്സൽ നോക്കി. എവിടെ? കിണറ്റിന്റെ വക്കത്ത് കമലഹാസന്റെ സാഗര സംഗമത്തിലെ തകിട തകിട തന്താന എന്നുള്ള പാട്ട്. എന്നിട്ട് പറഞ്ഞു തീർന്നതിന് മുമ്പ് തകിട തകിട തിന്താനോ എന്ന് പറഞ്ഞ് വെള്ളത്തിൽ പോയി. അപ്പഴേ ചത്ത്. അപ്പൊ അടക്കാൻ കൊണ്ടുപോകണം? അടക്കാൻ കൊണ്ടുപോകണല്ലേ. നാളെ ഒരു ചാനലിൽ ശവങ്ങളുടെ റിയാലിറ്റി ഷോ തുടങ്ങുന്നത് പറയുന്ന ആട്ട്. ഇവൻ ജീവിച്ചിരുന്നപ്പോഴേ ഇവനെ കൊണ്ട് ഒരു ഉപയോഗമില്ല. ചത്തപ്പോഴെങ്കിലും ഗുണം കിട്ടണമെന്ന് പറഞ്ഞ് വീട്ടുകാർ കൊണ്ടുപോകണം. ഈശ്വര, ഇതിന് റിയാലിറ്റി ഷോ? എന്റെ പൊന്നനിയ ഉള്ള കാര്യം പറയാൻ, നിന്നാളെ ചാനലുകളിൽ ഈ റിയാലിറ്റി ഷോ വന്നതിന് ശേഷം നിന്നാളെ വീട്ടിൽ കയറാൻ പോലും പാകില്ലടേ. പാട്ടാണ് ജനക്കാട്ടിലടിക്കണ പാട്ടാണ്. മുട്ടകടിച്ചിട്ട് മാന്തണ പോലെ പാട്ടിനോടൊപ്പം ഡാൻസാണ്. ടിവി തുറന്നാൽ പാട്ടാണ് ജനക്കാട്ടിലടിക്കണ പാട്ടാണ്. മുട്ടകടിച്ചിട്ട് മാന്തണ പോലെ പാട്ടിനോടൊപ്പം ഡാൻസാണ്. അല്ല സുഹൃത്ത്, നിങ്ങൾ മരം വെട്ടുകാരനാണെന്നല്ലേ പറഞ്ഞു? അതെ അതെ, മരം വെട്ടുകാരനാണ്. നാളെ വീട്ടിലോട്ടൊന്ന് വരണം. എന്റെ മോൾ ഒരുത്തിന് വേണ്ടി ഭയങ്കര പ്രേമോടെ ആ മരം ഒന്ന് വെട്ടണം. മോള് നനയ്ക്ക് തന്നെ മരവത്തിനെ വെട്ടിക്കളയണത്? ഇല്ല, അവൻ മരത്തിന് കൂടെ കയറിയില്ല എന്റെ മോളെ കുറിയിൽ പറഞ്ഞത്. എന്നാ പിന്നെ അവനെ വെട്ടിയ പോലെ? എങ്ങനെയാടാ ഒരു പഞ്ചായത്ത് മൊത്തം വെട്ടി കളയണത്? എല്ലാം സുഹൃതക്ഷയം. സുഹൃതക്ഷയമൊന്നല്ലടാ, ഇത് വില്ലൻ ചുമയാണ്. വല്ല ഡോക്ടറെ കാര്യം കൊണ്ടുപോയി കാണില്ലേ? ചുമ ഡോക്ടറെ കാണിക്കാൻ പറ്റുമോ? കേൾപ്പിക്കാൻ അല്ലടാ പറ്റുള്ളൂ. ഈശ്വര, കേരളത്തിന്റെ ഒരവസ്ഥ പണ്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ദേ നോക്കി, ഒരുത്തൻ തനിയെ സംസാരിച്ചു വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മലയാള ഗാനം കേൾക്കുവാൻ 1 അമർത്തുക. അപ്പൊ ഹിന്ദി ഗാനം കേൾക്കണമെങ്കിലോ? 2 അമർത്തുക. കന്നഡ കേൾക്കണമെങ്കിലോ? 3 അമർത്തുക. പച്ചത്തെറി കേൾക്കണമെങ്കിലോ? ഫോൺ അടുപ്പിച്ച് വച്ചാ മതി, ഞാൻ തന്നെ പറയാം. ഇവിടെ തന്നെ ചന്തയെ കിടന്നു വളർത്തത്. നമസ്കാരം. നമസ്കാരം. ഞാൻ റിംഗ് ടോൺ പാപ്പച്ചൻ. റിംഗ് ടോൺ പാപ്പച്ചൻ? എന്താണ് ഈ പേരിന്റെ കൂടെ റിംഗ് ടോൺ? പറഞ്ഞുതരാം. അതായത് പഴയ കാലത്തെ പോലെ കല്യാണം നടത്തുവാൻ വാദ്യമേളങ്ങളോ നാദസ്വരമോ ഒന്നും തന്നെ വേണ്ട. ഈ റിംഗ് ടോൺ ഉപയോഗിച്ച് നമുക്ക് നിസ്സാരമായിട്ടൊരു വിവാഹം നടത്താം. അതെങ്ങനെ? ഉദാഹരണത്തിന് പെണ്ണും ചെറുക്കനും ആദ്യമായിട്ട് കാണുമ്പോഴുള്ള റിംഗ് ടോൺ ഇതാ, കേട്ടോ. എനിക്ക് പാടാനൊരു പാട്ട്
കാത്തിരുന്നൊരു പെണ്ണ് എനിക്ക് തൊട്ടായ കുളിരാമന തടുകൂമ്പി നിൽക്കണ കണ്ണ് അവളൊങ്കിളിയുടെ കുമ്പിളിലൊരു പൊന്ന് ചിരി കണ്ടാൽ ചൊകച്ചോപ്പൊരു ആ ഇത് കൊള്ളാമല്ലോ. ഇവിടെ തീർന്നില്ല. ഇനി മനസ്സമ്മതമോ മോദര കല്യാണമോ എന്തുമായിക്കൊള്ളട്ടെ, പെണ്ണിന്റെ വീട്ടിലേക്ക് ചെറുക്കനും ചെറുക്കന്റെ ബന്ധുക്കളും കൂടെ കടന്നു വരിക. ഉദാഹരണത്തിന് ഇപ്പൊ നിന്നെ പോലുള്ള കൂതറ ചെറുക്കനാണെങ്കിൽ അപ്പോഴിടാനുള്ള റിംഗ്ടോണും ഉണ്ട്. അതേതാ ആ ടോൺ? വരുന്നേ കാടൻ വരുന്നേ കൂടൊരു മാടന്നേ കൂട്ടര കൂടെയുണ്ടേ പാടും കിഴുക്കി വീടും മുഴുക്കി ചായക്കിനുത്തുണ്ടേ ആയുധ കയ്യിലുണ്ടേ അല്ലേ നാം കാണുന്നേ കത്തിക്ക് വാസനയെത്തുന്നേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഈ ആദ്യ രാത്രിക്ക് പറ്റിയ റിംഗ്ടോണുകളൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ. മണിയറവാതിൽ പാലുമായിട്ട് പെണ്ണ് വരുമ്പോൾ ചെറുക്കന്റെ റിംഗ്ടോൺ. ഫസ്റ്റ് നൈറ്റിന്റെ ആക്രാന്തമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ചിന്തിച്ചിരിക്കുമ്പോ പെണ്ണിന്റെ റിംഗ്ടോൺ. സൂര്യകിരീടം വീണോടഞ്ഞു രാവിൻ തിരുവരങ്ങി. സൂര്യകിരീടം വീണോടഞ്ഞു രാവിൻ തിരുവരങ്ങി. തീർന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ലൈറ്റ് എല്ലാം അടച്ച് ദമ്പതിമാർ ഉറങ്ങാൻ കിടക്കുമ്പോ താഴത്തെ മുറിയിൽ പേടിച്ചിരിക്കുന്ന ചെറുക്കന്റെ അച്ഛന്റെ റിംഗ്ടോൺ. അത് നീ ഒന്ന് കേൾക്കണം. കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്കു കാണുവാൻ ആത്മാവ് തേങ്ങുന്നല്ലോ കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ. ഈ അച്ഛന്മാരുടെയൊക്കെ ഒരു അവസ്ഥ. അച്ഛന്മാരുടെ അവസ്ഥ അല്ലടേ. പിന്നെ കല്യാണം കഴിഞ്ഞ എല്ലാ ചെറുപ്പക്കാരുടെയും മൊബൈലിൽ ഒരേ ഒരു റിംഗ്ടോണേ ഉള്ളൂ. അതേതാ ആ റിംഗ്ടോൺ? കേൾപ്പിച്ചു തരാം. ആ റിംഗ്ടോൺ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിരിക്കട്ടെ, ഈ പാപ്പച്ചൻ കല്യാണം കഴിച്ചതാണോ? അയ്യോ ഇല്ല ഇല്ല, എനിക്ക് ചൊവ്വാദോഷമാണ്. ചൊവ്വ മാത്രമേ ഉള്ളൂ. ബുധനും വ്യാഴവും വെള്ളിയൊന്നും ദോഷമില്ലല്ലോ. അന്ന് കെട്ടണം. ഈയിടെ ഞാൻ ഉള്ള കാര്യം പറയണം. എനിക്ക് സ്ത്രീകളോട് പൊതുവേ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എന്റെ പൊന്ന് പാപ്പച്ച അങ്ങനെ പറയരുത്. ഭൂമിയിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് പാപ്പച്ചന്റെ പാന്റിന്റെ ഒരു ബട്ടൺസ് പോയി കഴിഞ്ഞാൽ അത് തയ്ച്ചു പിടിപ്പിക്കണ ഒരു സ്ത്രീ വേണം. ഷർട്ടിന്റെ ബട്ടൺസ് പോയി കഴിഞ്ഞാൽ അത് തയ്ച്ചു പിടിപ്പിക്കണ ഒരു സ്ത്രീ വേണം. സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എടോ, ഭൂമിയിൽ സ്ത്രീകളില്ലെങ്കിൽ എന്തിനെ നമുക്ക് ഉടുതുമി? അപ്പൊ പാപ്പച്ചൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നല്ലാതെ എന്തിനാണ് നമ്മൾ കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് പുസ്തകം വായിച്ചിട്ട് നാട്ടുകാർക്ക് വായിക്കാൻ കൊടുക്കുന്നത്?